ഹലോ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാനായിട്ടാണ് വന്നത്. ഈ എല്ലാവരും ഇങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ, മെഡിറ്റേഷൻ, മാനിഫെസ്റ്റേഷൻ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് ആക്ച്വലി എനിക്ക് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഇരിക്കും ഒരു സമയത്ത് ഒരു 10 വർഷം മുമ്പ് ഞാനൊരു ഒരാളുടെ മോട്ടിവേഷൻ ക്ലാസ്സിൽ 5 ദിവസത്തെ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തു, മൈൻഡ് മാസ്റ്ററുടെ. അപ്പോൾ അവിടുന്ന് കുറേ ഐഡിയാസൊക്കെ എനിക്ക് കിട്ടി. ആ 5 ദിവസം മനസ്സ് നല്ല സന്തോഷമൊക്കെ ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ സന്തോഷമൊക്കെ അങ്ങ് പോയി. ഒന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. അന്നേരത്തെ ഒരു മൂഡ് ഇതിൽ ക്ലാസ്സൊക്കെ നല്ലതായിട്ട് തോന്നിയെങ്കിലും പിന്നീട് അങ്ങോട്ട് നമുക്ക് അതിൽ വലിയൊരു സന്തോഷമോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല. അപ്പോഴാണ് ഞാൻ എൻ്റെ ലൈഫിൽ കുറേ പ്രശ്നങ്ങളും പെയിൻസും, ഞാനൊരു ഡിസ്ക് പ്രൊലാപ്സ് പേഷ്യൻ്റാണ്. കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചു, എല്ലാവരും സർജറി പറഞ്ഞിരുന്നതാണ്. അപ്പോൾ നടക്കാൻ പറ്റില്ല, തളർന്നു പോകും, പാരലൈസ്ഡ് ആവും എന്നൊക്കെ പറഞ്ഞ ഒരു പേഷ്യൻ്റാണ് ഞാൻ. പക്ഷേ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ലൈഫിൽ അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. എവിടെ തുടങ്ങണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാനന്ന് നോർത്ത് ഇന്ത്യയിൽ താമസിക്കുകയാണ്. ഒരു ദിവസം ട്രെയിനിൽ വരുന്ന സമയത്ത് നമ്മുടെ ആരുടെയോ ലാപ്ടോപ്പിൽ മഞ്ജു വാര്യരുടെ ഹൗ ഓൾഡ് ആർ യു എന്നുള്ള മൂവി എൻ്റെ കണ്ണിൽ പെടാനിടയായി. ആ മൂവി കണ്ടു, ഓക്കെ ഡൺ, സന്തോഷം തോന്നി. പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ഒരു തോട്ട് വരികയാണ്, ഇങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ പാർലമെൻറ്റിൽ പ്രസിഡൻറ്റിനെ കാണാൻ പോകാൻ പറ്റുമോ? ഒരു ലോജിക്കില്ലാത്ത സ്റ്റോറിയാണല്ലോ. അപ്പോൾ അടുത്ത തോട്ട്, ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ, സക്സസ് ആവുമെന്നറിയാം. ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ്റെ 5 ദിവസത്തെ കോഴ്സ് പഠിച്ചു, സർട്ടിഫിക്കറ്റ് ഉണ്ട്. വേറെ കുറേ ഹ്യൂമൻ എക്സലൻസ് വർക്ക്ഷോപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറേ വർക്ക്ഷോപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബലത്തിൽ ഇതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വെറുതെ ഒരു നിയോഗം എന്ന് നമ്മൾ പറയുന്നത് യൂണിവേഴ്സിന് വെച്ച് കൊടുത്തു. എനിക്ക് പാർലമെൻറ്റിൽ പോകണം, പ്രസിഡൻറ്റിനെ കാണണമെന്നല്ല. അന്നേരം എൻ്റെ മനസ്സിൽ വന്നത് പാർലമെൻറ്റിൽ പോകണം. 3 മാസത്തെ ടൈം കൊടുത്തു. ഒരിക്കലും നടക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമല്ല. കാരണം എൻ്റെ ബന്ധത്തിലോ എൻ്റെ അറിയുന്നവരുടെ ഇടയിലോ ഒരാൾ പോലും ഒരു പാർലമെൻറ്റേറിയനോ ഒരു പൊളിറ്റീഷ്യനോ ആരുമേ ഇല്ല. നാട്ടിലെനിക്ക് അത്ര വലിയ വരുമ്പോൾ ഉള്ള സന്തോഷമല്ലാതെ അല്ലേ ആൾക്കാരെ കാണുന്നതല്ലാതെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. എനിവേ, വിത്തിൻ 3 months ഞാൻ പാർലമെൻറ്റിൽ ലോക്സഭയിലെത്തി. ഞാനും എൻ്റെ 10 കുട്ടികളും, സ്കൂളിലെ 10 കുട്ടികളും, പ്രിൻസിപ്പൽ സാറും വേറൊരു സാറും. പാർലമെൻറ്റിൽ എത്തിയെന്ന് മാത്രമല്ല, അന്നത്തെ ഓണറബിൾ സ്പീക്കറായിരുന്നു ശ്രീമതി സുമിത്ര മഹാജൻ്റെ ഒപ്പം ഒരു ചായ കഴിക്കാനും ഒന്നിച്ച് ഡൈനിങ് ടേബിളിലിരുന്ന് ഞങ്ങളെല്ലാവരും കൂടെ ചായ കഴിച്ച് മാമിനോടൊപ്പം ഒരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് മാമിൻ്റെ ഗിഫ്റ്റൊക്കെ സ്വീകരിച്ച് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് എന്ന് പറയുന്ന പോലെ ഞാൻ അങ്ങനെ ഒരു സക്സസ് സ്റ്റോറി, ദ ഫസ്റ്റ് ലോ ഓഫ് അട്രാക്ഷൻ എൻ്റെ ലൈഫിൽ ഞാൻ പോലും അറിയാതെ യൂണിവേഴ്സ് അപ്ലൈ ചെയ്തു വന്നു. ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത ഒരു സത്യം അതെനിക്ക് തന്നു കഴിഞ്ഞപ്പോൾ പിന്നിങ്ങോട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ നേടിയെടുത്തതെല്ലാം ലോ ഓഫ് അട്രാക്ഷൻ എന്ന വലിയൊരു കാര്യത്തിലൂടെയാണ്. അതിഭയങ്കരമായി, അതിമനോഹരമായി യൂണിവേഴ്സ് എൻ്റെ കൂടെ നിന്ന് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നതൊരു സയൻറ്റിഫിക് ട്രൂത്തായിട്ട് എന്നിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഒരു കുഞ്ഞു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. ഐ എം അംബ്ലി സുരേഷ്, ടീച്ചറാണ്, ലൈഫ് കോച്ചാണ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു സോ മച്ച്.